US സൈനിക വ്യോമസേനാ സംവിധാനം നിർമ്മിക്കാൻ ഖത്തറിന് അനുവദിക്കുന്ന കരാർ അന്തിമമായിട്ടുണ്ട്. അമേരിക്കയിലെ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനമായ ഐഡഹോയിലാണ് വ്യോമസേനാ സംവിധാനം അനുവദിക്കുന്നത്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഐഡഹോയിലെ മൗണ്ടൻ ഹോം എയർബേസിലാണ് ഖത്തറിന് വ്യോമസേനാ സംവിധാനം US അനുവദിക്കുന്നത്. ഞങ്ങളുടെ പങ്കാളിത്തത്തിന്റെ മറ്റൊരു ഉദാഹരണമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പെന്റഗണിൽ ഖത്തർ പ്രതിരോധ മന്ത്രി സൗദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ വെടിനിർത്തൽ ബന്ദിമോചന കരാർ സാധ്യമാക്കാൻ ഖത്തർ വഹിച്ച നിർണായക പങ്കിനെ ഹെഗ്സെത്ത് പുകഴ്ത്തി. വ്യോമസേനാ സംവിധാനം ലഭിക്കുന്നതോടെ ഖത്തരി വൈമാനികർക്ക് F-15 യുദ്ധവിമാനങ്ങൾ പറത്താനുള്ള പരിശീലനം US നൽകും. ഖത്തരി ഫൈറ്റർ ജെറ്റുകൾക്കും വൈമാനികർക്കും US-ഉമായി സംയുക്ത പരിശീലനത്തിന് പറ്റിയ ഇടമാണ് ഐഡഹോയിലെ എയർബേസ് എന്ന് ഇന്നലെ കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഹെഗ്സെത്ത് പറഞ്ഞു. എന്നാൽ എത്ര ഖത്തരി ജെറ്റുകൾ ഐഡഹോയിൽ ഉണ്ടാകുമെന്ന് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയില്ല. കഴിഞ്ഞ മാസമാണ് ഖത്തറിന്റെ പ്രതിരോധത്തിനായി എല്ലാ മാർഗങ്ങളും US വിനിയോഗിക്കുമെന്ന് ഉറപ്പു നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ദോഹയിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടായതിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്. ഖത്തറിൽ വ്യോമാക്രമണം നടത്തിയതിന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിൽ ട്രംപിന്റെ സാന്നിധ്യത്തിൽ ഖത്തരി പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.